നമസ്കാരം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വന്നിട്ടുള്ള വലിയ കുതിച്ചുചാട്ടങ്ങളുടെ ഫലമായി എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും തനതായ മാറ്റങ്ങൾ വന്നിട്ടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പഠനകാലത്ത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെയധികം സാധ്യതകളുള്ള ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമെങ്കിൽ പോലും പലപ്പോഴും ഈ 5 കാര്യങ്ങളിൽ വലിയ അബദ്ധങ്ങൾ വരുത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ വരുത്തുന്ന ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത് നെഗ്ലക്റ്റിംഗ് സോഫ്റ്റ് സ്കിൽസ്. നമുക്കറിയാവുന്നതുപോലെ എഞ്ചിനീയറിംഗ് മേഖല എന്ന് പറയുന്നത് ധാരാളമായി കോർഡിനേഷൻ സ്കിൽസ്, ടീം വർക്കിംഗ്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻറ്റ് പലപ്പോഴും ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും ചെയ്തതായി കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രായോഗികമായി വരുമ്പോൾ നമ്മുടെ അറിവിനൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ്, എഞ്ചിനീയറിംഗ് മേഖലയിൽ കൊളീഗ്സ്, പിയേഴ്സ്, സബോർഡിനേറ്റ്സ് എല്ലാവരുമായിട്ട് ഇടപഴകുന്നതിനും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീം വർക്കിംഗ് സ്കിൽസ് എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഡിഗ്രിക്ക് ശേഷം ജോബിൽ എക്സലൻസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കരിയർ ക്ലബ്ബുകളിലും പ്ലേസ്മെന്റ് സെല്ലിലുള്ള ആക്ടിവിറ്റീസിലും ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും ഒന്നും ഒരു മടിയും വിചാരിക്കരുത്. ഇതുപോലുള്ള ഗ്രൂപ്പ് പ്രോജക്റ്റുകളിലും NSS തുടങ്ങിയ ക്ലബ്ബുകളിലും ഒക്കെ ആക്റ്റീവായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇത്തരം സോഫ്റ്റ് സ്കില്ലുകൾ നമ്മളിൽ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരും. ഇത് നമുക്ക് ജോലി തരുന്നതിന് മാത്രമല്ല ജീവിതത്തിലും വലിയ വിജയങ്ങൾ നേടുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്. അതുകൊണ്ട് ഒരു കാരണവശാലും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിൽ ഒരു കുറവും വരുത്തരുത് വിദ്യാഭ്യാസ കാലത്ത്. ഇനി രണ്ടാമത്തെ അബദ്ധം നോക്കാം. പുവർ ടൈം മാനേജ്മെന്റ്. വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് വളരെയധികം തിരക്കുകളുള്ളൊരു കാലമാണ്. അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, പരീക്ഷകൾ എന്ന് മാത്രമല്ല ക്ലബ് ആക്ടിവിറ്റീസ്, കോളേജിൽ നടക്കുന്ന ഇവൻറ്റ്സുകൾ എല്ലാം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഏതിൽ ഫോക്കസ് ചെയ്യും എന്നറിയാതെ പലപ്പോഴും വിദ്യാർത്ഥികൾ ധാരാളമായി സ്ട്രെസ് അനുഭവിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയും ഒക്കെ സംഭവിക്കുന്നത് ധാരാളമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അബദ്ധം സംഭവിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കം മുതൽ തന്നെ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, ടൈം മാനേജ്മെന്റിലൂടെ ഒക്കെ എല്ലാ കാര്യങ്ങളും, അതായത് സമയങ്ങളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു തീർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് സ്കില്ലുകൾ ആദ്യം മുതലേ പഠിച്ചെടുക്കണം. ബഡ്ജറ്റുകൾ ധാരാളമായി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണല്ലോ നിങ്ങളൊക്കെ. ധാരാളം പ്ലാനിംഗ് സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവയെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ടൈം മാനേജ്മെൻറ്റിൽ എക്സൽ ആവാൻ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ അബദ്ധത്തിലേക്ക് വരാം. പുവർ നെറ്റ്വർക്കിംഗ് സ്കിൽസ്. എഞ്ചിനീയറിംഗ് മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തറിയാം എന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആരെ അറിയാം എന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിനുമായി നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ അത് നമ്മുടെ ജോലി സാധ്യത, ഇന്റേൺഷിപ്പ്, മെന്റർഷിപ്പ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നമുക്ക് സഹായകരമായിരിക്കും. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠനകാലത്ത് എക്സ്പേർട്സുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഡൊമൈൻ അനുസൃതമായിട്ടുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുകയും അതിൽ വരുന്ന എക്സ്പേർട്ടുകളുമായി ബന്ധപ്പെടുകയും ആ ബന്ധം തുടർന്നു പോവുകയും ചെയ്യുന്നതിനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതുവഴി നമ്മുടെ നെറ്റ്വർക്കിംഗ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളുക. നാലാമത്തെ അബദ്ധം ഇഗ്നോറിംഗ് ഇന്റേൺഷിപ്സ് ആൻഡ് പ്രോജക്ട്സ്. പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രത്യേകത, പഠനത്തിൻ്റെ അവസാന വർഷമാകുമ്പോഴേക്കുമൊക്കെ കഴിയുന്നത്ര ലൈറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകളും ഇന്റേൺഷിപ്പുകളും ചെയ്യാനായിട്ട് ചില വിദ്യാർത്ഥികളെങ്കിലും ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിനും ജോബ് ഇൻ്റർവ്യൂസിൽ വളരെയധികം എക്സൽ ചെയ്യുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മേഖലയിലുള്ള ഇന്റേൺഷിപ്പുകൾ ചെയ്യുകയും പ്രോജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മേഖലയ്ക്ക് അനുസൃതമായ പ്രോജക്റ്റുകൾ തന്നെ തിരഞ്ഞെടുക്കുകയും വേണം. ഇത് നിങ്ങളുടെ കരിയറിൽ വളരെയധികം സഹായകരമായിരിക്കും. ഇനി അഞ്ചാമത്തെ അബദ്ധം. ഇത് പറയുന്നതിന് ഒരു പ്രത്യേക കാരണവുമുണ്ട്. പഠനകാലത്ത് സോൾവ് ചെയ്യാവുന്ന പല ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി കണ്ട് പഠനകാലത്ത് ധാരാളം സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടിട്ടുണ്ട്. നോട്ട് സീക്കിംഗ് സപ്പോർട്ട് വെൻ എവർ നീഡഡ്. മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ള സമയങ്ങളിൽ, മറ്റുള്ളവരുടെ അഡ്വൈസ് ആവശ്യമുള്ള സമയങ്ങളിൽ അത് ചോദിക്കുന്നതിന് ഒരു മടിയും വിചാരിക്കരുത്. ഈ അബദ്ധം പല വിദ്യാർത്ഥികളും ചെയ്ത് കാണുന്നു. എന്തിനാണ് ഈ സമയത്ത് മടി വിചാരിക്കുന്നത്? പലപ്പോഴും നമ്മളുടെ തന്നെ ഈഗോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തോട് സംസാരിച്ചാൽ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പല സംശയങ്ങളും കൊണ്ടാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ അഡ്വൈസ് ചോദിക്കുന്നതിന് മടി കാണിക്കുന്നത്. ഈ ഒരു അബദ്ധം കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ധാരാളം ബുദ്ധിമുട്ടുള്ള കേസുകൾ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകം പറയുന്നത്. ഒരു കാരണവശാലും ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ എപ്പോഴെങ്കിലും അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത്. അധ്യാപകരുമായോ പേരൻസ് ആയിട്ടോ എക്സ്പേർട്സുമായിട്ടോ ഒക്കെ സംസാരിക്കണം. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്യുക. പ്രത്യേകമായി ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല വിജയങ്ങൾ നേടുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.